ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച അവസാന ട്രേഡിംഗ് ഡേ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവിൽ ക്ലോസ് ചെയ്താണ് അവസാനിച്ചത്. തുടർച്ചയായ 3 ട്രേഡിംഗ് സെഷനിലാണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇതേപോലെ നെഗറ്റീവ് ക്ലോസിംഗ് നൽകുന്നത്. അപ്പോൾ വളരെ വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് കഴിഞ്ഞ ആഴ്ച നെഗറ്റീവ് ക്ലോസിംഗിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയത്. ഗ്ലോബലായിട്ട് ടെക് സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള ടെക് സ്റ്റോക്കുകളിൽ വമ്പിച്ച സെല്ലിംഗ് പ്രഷർ ഉണ്ടായത് കാരണം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇൻഡെക്സുകളിലൊക്കെ ശക്തമായ ഫോൾ ഉണ്ടായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിൽ ഗ്ലോബൽ ഇൻഡെക്സുകൾ താഴോട്ടേക്ക് വന്നപ്പോൾ അത്രമാത്രം ഇന്ത്യൻ ഇൻഡെക്സുകൾ താഴോട്ടേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നിഫ്റ്റി 50 0.7% താഴോട്ട് വന്നെങ്കിൽ നാസ്ഡാക്ക് 100 3.64% ആണ് കഴിഞ്ഞ ആഴ്ച ഡൗൺ ആയത്. അതുപോലെ അമേരിക്കയുടെ തന്നെ S&P 500 2.23% ഡൗൺ ആയിരുന്നു. അതുപോലെ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 1.49% ഡൗൺ ആയിരുന്നു. അതുപോലെ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ കൊറിയയുടെ കോസ്പി 4.1% ഡൗൺ ആയിരുന്നു. അതുപോലെ ജപ്പാന്റെ നിക്കി 225 2.62% ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളും അമേരിക്കൻ മാർക്കറ്റുകളും ഒക്കെ ശക്തമായ AI സെല്ലിംഗ് പ്രഷർ വന്നപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. ഹാങ്സെങ് ഇൻഡെക്സ് 0.93% ലാസ്റ്റ് വീക്ക് അപ്പായിരുന്നു. അതുപോലെ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് 1.1% അപ്പായിരുന്നു. അപ്പോൾ ചൈനീസ് മാർക്കറ്റ് വെച്ച് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റിലൊക്കെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായത്. നിഫ്റ്റിയുടെ ഒരു ലോവർ ക്ലോസിങ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തുടരുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ആദ്യത്തെ 3 ട്രേഡിംഗ് സെഷനിൽ ശക്തമായ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. പക്ഷേ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ, അതായത് കഴിഞ്ഞ ഫ്രൈഡേ ശക്തമായൊരു ബൈങ് അവർ നടത്തിയതായിട്ട് കാണാം. 4551 കോടിയുടെ ഒരു ബൈങ് നടത്തിയിരുന്നു. അപ്പോൾ നിഫ്റ്റി നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് ഫ്രൈഡേ 27433 ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് 25492 അതിനിടയിൽ 25318 എന്ന ലോ ലെവലിലേക്ക് നിഫ്റ്റി പോയിരുന്നു. വലിയൊരു ഫോള് എല്ലാവരും നിഫ്റ്റിയിൽ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് നിഫ്റ്റി തിരിച്ചുവരവ് നടത്തി 25492 ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ബൈങ് ആണ് ഈ ഒരു തിരിച്ചുവരവിന് കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് കൂടാതെ ലാസ്റ്റ് വീക്ക് നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ്, വലിയ ലോസ് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. അതേപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 പക്ഷേ 1% ഡൗൺ ആയിരുന്നു. മൈക്രോ ക്യാപ്പ് ഏകദേശം 1% ഡൗൺ ആയിരുന്നു. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിലെ മിഡ് ക്യാപ്പ് അത്യാവശ്യം മോശമല്ലാത്ത പ്രകടനം നടത്തിയായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇന്ത്യ US ട്രേഡ് ടോക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓപ്റ്റിമിസം ഉണ്ട്. അതുകൊണ്ടാണ് വലിയ തോതിൽ മാർക്കറ്റ് താഴോട്ടേക്ക് പോകാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ട്രേഡ് ടോക്സ് ഗോയിങ് ഗുഡ് എന്നാണ്, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അതുകൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ബൈങ് വലിയ തോതിൽ കുറച്ചിട്ടുണ്ട് എന്നും അതൊരു പോസിറ്റീവ് സൈനായിട്ടും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ ഇത്തരത്തിലുള്ള ട്രംപിൻ്റെ പ്രസ്താവനകൾ സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് മാക്രോ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വളരെ പോസിറ്റീവാണ്. അതുപോലെ കോർപ്പറേറ്റ് ഏർണിങ്സ് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് റിസൾട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അണ്ടർലൈൻ സപ്പോർട്ടായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ എങ്കിൽ പോലും നമ്മളൊരു കോഷ്യസ് അപ്രോച്ച് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കാര്യമായ സാധ്യതയുള്ള സെക്ടറുകൾ കാണുന്നത് ഒന്ന് ബാങ്കിങ്, പ്രത്യേകിച്ച് PSU ബാങ്കിങ് മേഖല, അതുപോലെ ഓട്ടോ സെക്ടർ, അതുപോലെ മെറ്റൽ സെക്ടേഴ്സ് ഒക്കെയാണ് അത്യാവശ്യം റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടറുകൾ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ കോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോഴും 26,000 പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,300 അപ്പോൾ വലിയൊരു റേഞ്ചിലാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ് നിൽക്കുന്നത്. 25,300 26,000 ഇടയിലാണ് ഇത്തരത്തിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിൽക്കുന്നത്. അതുകൂടാതെ RSI സൂചിപ്പിക്കുന്നത് ആ ഓവർ ബോട്ട് ടെറിട്ടറിയിൽ നിന്ന് താഴത്തേക്ക് വന്ന് ഇപ്പോൾ 50യുടെ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അപ്സൈഡ് മൂവിനുള്ള ഒരു റൂം ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ 25,750 25,800 എന്നുള്ള ആ ഒരു ലെവലിലായിരിക്കും ഒരു ഷോർട്ട് ടേമിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കാണാൻ കഴിയുക. എന്നാൽ ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,100 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി സപ്പോർട്ട് സൈഡിലേക്ക് വന്നാൽ 25,300 25,350 പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് 55 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ ഒരു ലെവലാണ്. അപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ
നോക്കുമ്പോൾ അവിടെ ഇനിയൊരു വലിയൊരു ഡൗൺഫോളിനുള്ള സാധ്യത ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിലേക്ക് വന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച 4 ദിവസം മാത്രമേ ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അടുത്ത ആഴ്ച 5 ദിവസവും ട്രേഡിംഗ് ഡേ ഉണ്ട്. അവിടെ ലീവൊന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ട് മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം Q2 റിസൾട്ട് തന്നെയാണ്. കാരണം കാര്യമായ പല കമ്പനികളുടെയും റിസൾട്ടുകൾ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതിൽ ബജാജ് ഫൈനാൻസ് ഉണ്ട്, ONGC ഉണ്ട്, ബജാജ് ഫിൻസർവ് ഉണ്ട്, ബയോകോൺ, അശോക് ലൈലൻഡ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ടാറ്റ സ്റ്റീൽ, BPCL, മാരിക്കോ, ഓയിൽ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ വളരെ മാർക്കറ്റ് ലീഡിംഗ് സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന സെക്ടറുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ആഴ്ച വരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട ഡാറ്റകളാണ്. ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും അതുപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും. ഇതിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ അഥവാ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെപ്റ്റംബറിൽ അത് 1.54 ആയിരുന്നു. അപ്പോൾ നിലവിൽ അനലിസ്റ്റുകൾ ഏകദേശം 42ഓളം ലീഡിംഗ് അനലിസ്റ്റുകളുടെ ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 0.48% ആണ്. അപ്പോൾ ഇത് വളരെ ലോ ആയിട്ടുള്ളൊരു ഇൻഫ്ലേഷനാണ്. മൾട്ടി ഇയർ ലോയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ 2012 ഈ ഇൻഫ്ലേഷൻ്റെ ഒരു ബേസ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 13 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ലോവർ ലെവലിലേക്ക് ഇൻഫ്ലേഷൻ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന CPI ഇൻഫ്ലേഷൻ ഈ ഒരു 0.48 എന്നുള്ള അനലിസ്റ്റ് എസ്റ്റിമേഷനോട് അടുത്താണ് വരുന്നതെങ്കിൽ അവിടെ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് RBI മേലെയായിരിക്കും. ശക്തമായ സമ്മർദ്ദം റേറ്റ് കട്ടിന് വേണ്ടി ഉണ്ടാവും. അപ്പോൾ RBIയുടെ നെക്സ്റ്റ് MPC മീറ്റിംഗ് വരുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് RBI MPC മീറ്റിംഗ് വലിയൊരു ട്രിഗർ പോയിൻ്റായിട്ട് അടുത്ത മാസം വരാൻ പോവുകയാണ്. അതുപോലെ US ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. അതും അടുത്ത ആഴ്ച വരാൻ പോവുകയാണ്. അപ്പോൾ US ഇൻഫ്ലേഷൻ ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഡിസംബറിലുള്ള റേറ്റ് കട്ട് അത് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ലെവലിന് താഴെ വരികയാണെങ്കിൽ അവിടെ ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഗ്ലോബലായിട്ട് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും. ഇതുകൂടാതെ ബീഹാർ അസംബ്ലി എലക്ഷൻസ് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആയിരിക്കും. കാരണം നവംബർ 11-ാം തീയതിയാണ് നെക്സ്റ്റ് ഫേസ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. അന്ന് വൈകുന്നേരമായിരിക്കും എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരിക. അപ്പോൾ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഒന്ന്, ഇത് 2 പ്രധാനപ്പെട്ട അലയൻസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ ബീഹാർ സ്റ്റേറ്റിൽ മാത്രമാണ് ഇലക്ഷനെങ്കിലും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ഇലക്ഷനായിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസും ഈ NDAയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് വരുന്നതെങ്കിൽ അത് മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടത് AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കുകളിലുള്ള അതിഭയങ്കരമായിട്ടുള്ള വളർച്ച അതൊരു ബബിൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനങ്ങൾ പല അനലിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ഫോള് അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് തന്നെ ഈ ടെക് സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് IPO ആക്ടിവിറ്റിയിലുള്ള താല്പര്യം ജനങ്ങൾക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റഡ്സ് ആക്സറീസിൻ്റെ IPO 565 എന്ന പ്രൈസ് റേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തത്. ഇത് ആക്ച്വലി 585 എന്നുള്ള IPO പ്രൈസിനേക്കാൾ 20 രൂപ കുറഞ്ഞിട്ടാണ് ലിസ്റ്റ് ചെയ്തത്. ഏകദേശം 3.42% ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റിങ്. ഇപ്പോൾ സ്റ്റഡ്സ് ആക്സറീസ് അത്യാവശ്യം ഫൈനാൻഷ്യൽസും നല്ല വാല്യുവേഷനൊക്കെ ഉള്ളൊരു IPO ആയിരുന്നു. എന്നിട്ട് പോലും ആ IPO ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിട്ടില്ല. അതേപോലെ ലെൻസ്കാർട്ട് സൊല്യൂഷൻ്റെ IPO അത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് നവംബർ 10-ാം തീയതിയാണ്. നിലവിൽ അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ 1.24% മാത്രമാണ്. ലിസ്റ്റിംഗ് ഗെയിൻ നേടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. മറ്റൊന്ന് ഗ്രോ IPO ആണ്. അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഹൈപ്പ് ഇപ്പോൾ അതിന് കിട്ടുന്നില്ല. അതിൻ്റെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിംഗ് വരുന്നത് നവംബർ 12-ാം തീയതിയാണ്. അപ്പോൾ നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4.2 എന്ന ലെവലാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത മറ്റൊരു പെയിൻ ലാബ്സിൻ്റെ IPO അത് 7-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. 11-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 1.81% ആണ്. 3899 ഇഷ്യൂ സൈസുള്ള അത്യാവശ്യം വലിയൊരു IPO ആണ് പെയിൻ ലാബ്സിൻ്റെ IPO. അവിടെയും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 11-ാം തീയതി ഓപ്പൺ ആകാൻ പോകുന്ന ഫിസിക്സ് വാല IPO അത് 11 മുതൽ 13 വരെയാണ് അതിൻ്റെ IPO ഉണ്ടാകുക. നിലവിൽ അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 3.67% ആണ്. 3450 കോടിയുടെ വലിയ ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണ് ഇതും. അതുപോലെ മറ്റൊരു IPO ആയിട്ടുള്ള MV ഫോട്ടോവോൾട്ടൈക് പവർ സോളാർ മേഖലയിലുള്ള സോളാർ PV മൊഡ്യൂൾസ് നിർമ്മിക്കുന്ന അതുപോലെ അതിൻ്റെ സെല്ലുകളൊക്കെ നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ IPO. പക്ഷേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അത്യാവശ്യം മോശമല്ലാത്ത നിലയിൽ കാണാം. 9.22% ആണ് കാണുന്നത്. 2100 എന്നുള്ള ഇഷ്യൂ സൈസുള്ള ഈ IPO നിലവിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ പോസിറ്റീവാണെന്ന് കാണാം. അതുപോലെ മറ്റൊരു IPO കാണുന്നത് ടെന്നക്കോ ക്ലീൻ എയർ
ഇന്ത്യ ലിമിറ്റഡിൻ്റെ IPO ആണ്. 12-ാം തീയതിയാണ് ഓപ്പൺ ആകുന്നത്. അത് 14-ാം തീയതിയാണ് അവസാനിക്കുക. നിലവിലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 16.62 എന്ന ലെവലിൽ കാണാം. 3600 കോടി ഇഷ്യൂ സൈസുള്ള ഈ IPO അത്യാവശ്യം മാർക്കറ്റ് ഇൻട്രസ്റ്റ് നേടുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ക്ലീൻ എയർ മേഖലയിൽ പ്രത്യേകിച്ച് ഗ്ലോബലായിട്ട് അതിൻ്റെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ഒരു കമ്പനിയാണ് ഈ ടെന്നക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന IPO. അതുപോലെ മറ്റൊരു IPO കാണുന്നത് ഫ്യൂജിയാമ പവർ സിസ്റ്റത്തിൻ്റെ IPO ആണ്. ഇത് നവംബർ 13-ാം തീയതിയാണ് ഓപ്പൺ ആകുന്നത്. 15-ാം തീയതി അവസാനിക്കും. അപ്പോൾ ഇത്തരത്തിൽ ധാരാളമായിട്ട് IPOകൾ വരുന്നുണ്ടെങ്കിലും IPOകളോടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആ ഒരു ബൂം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നിലവിലെ മാർക്കറ്റ് കണ്ടീഷനിൽ IPOകൾ പലതും പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.